ഹലോ ചങ്ങായിമാരെ, അപ്പോൾ നമ്മൾ എടപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് മൂന്നാറിലേക്ക്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഉച്ച സമയമാണ്, 1:30 വെയിലാണ്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. സിതാന വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെയിൽ ഒരു രക്ഷയില്ല, സൈഡായെന്ന് വേണേൽ പറയാം. കണ്ടില്ലേ നിങ്ങൾ, ഈ വെയിലാണ് നമുക്കിപ്പം നിലവിൽ അവിടെ ഉണ്ടായിരുന്ന വെയിൽ. എൻ്റെ പൊന്നെ, സഹിക്കാൻ പറ്റില്ല. നമ്മൾ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ ഹോട്ടലിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പാർക്കിങ്ങിന് വണ്ടി എങ്ങനെയോ പുറത്തെത്തിച്ചു എന്ന് വേണം പറയാം. വീണ്ടും ഞങ്ങൾ ലൊക്കേഷൻ മാപ്പ് ഇട്ടു. ഞങ്ങൾ മൂന്നാറിലേക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്തു. ട്രാഫിക് വളരെ കുറവായിരുന്നു, പക്ഷേ ചൂട് ഞാൻ പറയുന്ന പോലെ എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാലോ, വെയിൽ എന്ന് പറഞ്ഞാൽ അസാധ്യ വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിൽ റൈഡിങ് ഗിയേഴ്സ് വളരെ കുറവായിരുന്നു. കുറച്ച് അക്സസറീസ് വാങ്ങാൻ വേണ്ടിയിട്ട്, അതായത് ചൂടിൽ നിന്ന് കുറച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളൊരു അക്സസറി ഷോപ്പ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്കമാലി മൂന്നാർ റൂട്ടാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. കുറേയൊന്നും കാണുന്നില്ല എന്ന് തന്നെ പറയാം. പക്ഷേ അവസാനം നമുക്കൊരു ഷോപ്പ് കിട്ടി. എന്തൊരു സമാധാനം അറിയാം ഷോപ്പ് കണ്ടതിന് ശേഷം. എന്താ ഇപ്പം ഇത്രമാത്രം വാങ്ങാൻ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കും. വേറെ ഒന്നുമല്ല, ഒരു കൂളിംഗ് ഗ്ലാസ്, നമ്മുടെ കയ്യിലിടുന്ന മറ്റേ അതുണ്ടല്ലോ അൾട്രാ വയലറ്റ് റേസിൻ്റെ ആ സാധനം, ആ ഗ്ലൗ പോലുള്ളത്, പിന്നെ ഈ ഒരു ഫേസ് മാസ്ക് കണ്ടില്ലേ, തീവ്രവാദിനെ മാതിരി പോകുന്നത്. പിന്നെ അവിടുന്ന് കുറച്ച് ദൂരം സഞ്ചരിച്ച ശേഷം ഞങ്ങൾ അത്യാവശ്യം നല്ല സൈഡായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നിർത്തി. അവനൊരു ജീരക സോഡയും ഞാനൊരു സോഡ സർബത്ത്. വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്തു. ചങ്ങന്മാരെ, എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തുകൊണ്ടാണെന്നറിയോ, മൂന്നാർ കാണുക എന്നുള്ളതിനേക്കാൾ ഉപരി ട്രിപ്പ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിനോട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് പോകുന്നൊരു ടൂറാണിത്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റി വെക്കരുത്. പിന്നെ ആവട്ടെ, പൈസ വരട്ടെ, ജോലി തിരക്ക് കഴിയട്ടെ, കുടുംബത്തിൻ്റെ പ്രാരാബ്ദം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതോറും, നിങ്ങളുടെ പ്രായം പോകും തോറും നിങ്ങൾക്ക് ഇതിനോടുള്ളൊരു ആസക്തി കുറയും. പറ്റുന്ന രീതിയിൽ അത് നേടിയെടുക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കാൻ മറ്റൊരാൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, അവർ നിങ്ങളെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കും തോറും നിങ്ങൾ ഏറ്റവും വലിയൊരു പരാജയത്തിലേക്ക് പോകുന്നത്. നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വീണ്ടും പറയാണ്, ഒട്ടും മടിക്കേണ്ട. ട്രിപ്പ് അടിക്കാൻ തോന്നുന്നുണ്ടോ, ഇറങ്ങി ഓടിക്കൂ, എങ്ങോട്ടച്ചാൽ പോക്കൂ, എവിടെ നിങ്ങളൊക്കെ പൈസ ഒപ്പിച്ചോ. ജോലി, പൈസ, പ്രാരാബ്ദം, കടം, EMI ഇതൊക്കെ തീർന്നിട്ട് മതി എന്ന് വിചാരിക്കും തോറും ശരിക്കും നമ്മളാണ് ഏറ്റവും വലിയ പരാജയക്കാർ. അങ്ങനെ ചിന്തിക്കുന്നവർ. അങ്ങനെ ചിന്തിക്കല്ലേ, ചിന്തിക്കണ്ട, ഒക്കോ. ശരിക്കും ഇത്രയും പ്രകൃതി ഭംഗി നമ്മുടെ നാട്ടിലുണ്ടെന്ന് വീഡിയോസിലൂടെ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് ന്യൂസ് റിപ്പോർട്ടിൽ കാണാറുണ്ട്, ടൂറിസത്തിൻ്റെ പരിപാടിയിൽ കാണാറുണ്ട്. ശരിക്കും ചില ആൾക്കാർ ട്രാവൽ വ്ളോഗ് നടത്തുന്ന സമയത്ത് അവരുടെ വീഡിയോസിൽ കാണാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ ചെറിയ പോസ്റ്റായിട്ട് കാണാറുണ്ട്. പക്ഷേ നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് നമ്മളത് ഫീൽ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അവൻ്റെ ബാഗ് ശ്രദ്ധിച്ചോണേ. അവനോട് ഞാൻ അപ്പോഴേ പറഞ്ഞു ഒരു കയറ് വാങ്ങാൻ വേണ്ടി. ഇതിപ്പോൾ വീഴുന്നുള്ള ലെവലാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഓരോ സ്പോട്ടിലോട്ട് കടക്കും തോറും കാണുന്ന കാഴ്ചകൾ, എനിക്ക് നിങ്ങൾക്ക് ഫോണിലൂടെ എത്രത്തോളം മനോഹരമായിട്ട് നിങ്ങൾക്ക് ഈ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് നിങ്ങൾ നേരിട്ട് തന്നെ കാണണം. ഈ ഒരു സ്പോട്ടിൽ നിർത്തി എന്തിനാണെന്നറിയോ, എല്ലാ ട്രിപ്പിനും വെറുതെ പോവുക, വീഡിയോ എടുക്കുക, കാഴ്ചകൾ കാണുക, അതുമാത്രമല്ലല്ലോ. ഏറ്റവും മെയിൻ പരിപാടി എന്ന് പറയുന്നത് എന്താ, ഫോട്ടോ എടുപ്പ്. ഈ ഒരു ഏരിയ കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഞങ്ങൾ രണ്ടുപേരും കൊണ്ടെടുത്തു. അതിനുവേണ്ടി പോസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് കേട്ടോ അത്. അവൻ പോസിങ്ങിന് വേറെ ലെവലാണ്. അവൻ്റെ ഫോട്ടോ എടുത്തത് ഞാൻ കാണിച്ചത് എടുത്തത്. ഇതൊക്കെ നമ്മൾ ആ സ്പോട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോസ് കേട്ടോ. കിട്ടിയ ചാൻസിന് മാക്സിമം നമ്മൾ മുതലാക്കിയിട്ടുണ്ട്. അപ്പോൾ കാഴ്ചകൾ കാണാം.
നിർത്തി എന്തിനാണെന്ന് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അതന്നെ, നല്ല മഴയാണ്. എനിക്ക് മഴക്കോട്ടില്ല, അവന് മഴക്കോട്ടുണ്ട്. അവൻ വരുന്ന വഴിക്ക് ഏകദേശം ഒരു 150 രൂപ കൊടുത്തിട്ട് ഒരു മഴക്കോട്ട് വാങ്ങി തന്നു. അത് ഇടാൻ പറ്റും. മഴ കഴിഞ്ഞടാ, ഇനി ഇടണ്ടോ? എന്തൊക്കെയാ അങ്ങനെ കീറി അയ്യന്റെ മോനെ, എനിക്കിട്ട് കാര്യമില്ല. സോറി ഗൈസ്, 150 രൂപയല്ല 300 രൂപയുടെ മഴക്കോട്ടാണ്. എടുക്കാൻ പറ്റുന്നില്ല, ഒട്ടിപ്പോയി. അതാണ് പാവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആർട്ടിക്സിന് ഒരുപാട് മോഡുകളുണ്ടല്ലോ, ഞാനതങ്ങോട്ട് റെയിൻ മോഡിലോട്ടാക്കി. പുള്ളിപ്പോഴും കഴിഞ്ഞിട്ടില്ല, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. അവസാനം എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഓപ്പൺ ചെയ്തു എന്ന് പറയാം. പക്ഷെ ഓപ്പൺ ചെയ്തിട്ട് അത് ഇടുമ്പോഴൊരു കാഴ്ച കാണണേ. എന്താ ബുള്ളറ്റ് കേട്ടോ, കുറേ ഉണ്ടല്ലോ. നമ്മുടെ ചെക്കൻ ഏകദേശം 4 റൈഡിംഗ് മോഡുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ 4 റൈഡിംഗ് മോഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഓടിച്ചത് ടൂർ മോഡാണ്, പിന്നെ അർബൻ മോഡും. റെയിൻ മോഡ് എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, കാരണം നമ്മുടെ നാട്ടിൽ മഴക്കാലം അല്ലാത്തതുകൊണ്ട് വന്നിട്ടില്ല. പക്ഷേ എസ്പെഷ്യലി ഗൈസ്, എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ, ഇതിൽ ഏറ്റവും കൂടുതൽ കംഫർട്ടും നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക കോൺഫിഡൻസും തരുന്നൊരു മോഡ് തന്നെയാണ് റെയിൻ മോഡ് എന്ന് പറയുന്നത്. ഞാൻ ഇത് കുത്തനുള്ളൊരു ഇറക്കാണ്. ഞാൻ റെയിൻ മോഡ് ഇട്ടിട്ട് 1 ഹാൻഡിലാണ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രേക്ക് ആയിക്കോട്ടെ, വണ്ടി ഈവൻ സ്വയം കൺട്രോൾ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം അത്രയധികം ഗ്രിപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നു, ഭയങ്കര കോൺഫിഡൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നു. എസ്പെഷ്യലി ഇതിൻ്റെ റൈഡിംഗ് മോഡ് ഒരു രക്ഷയില്ല. ഈ ഒരു മോഡ് എനിക്ക് തോന്നുന്നു TVS കൊടുത്തതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു മോഡ് തന്നെയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള മോഡുകൾ മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അർബൻ മോഡ് നിങ്ങൾക്കറിയാലോ, ഒരു കാഷ്വൽ യൂസിന് ഒരു ലീനിയർ പവറിൽ മാത്രം പോകുന്നൊരു മോഡാണ് അർബൻ മോഡ് എന്ന് പറയുന്നത്. ടൂർ മോഡ് അത്യാവശ്യം നല്ല രീതിയിലുള്ള പവറും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രൂയിസും ചെയ്യും. എന്നാൽ അത്യാവശ്യം ഫ്യൂവൽ കൺസപ്ഷനും ഓക്കെ എന്നുള്ള ലെവലിലും കിട്ടുന്നൊരു മോഡ് തന്നെയാണ് നമ്മുടെ ടൂർ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ടൂർ മോഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത്ര മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നല്ല ഫ്യൂവൽ കൺസപ്ഷൻ, അതുപോലെ തന്നെ പവറും. നമ്മളൊരു ടൂറിങ്ങിന് പോകുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ്ഫുൾ ആവുന്നൊരു മോഡ് തന്നെയാണ് ടൂർ മോഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല പവർ വെഹിക്കിളിന് കിട്ടും, നല്ല രീതിയിൽ തന്നെ ക്രൂസ് ചെയ്ത് വെഹിക്കിൾ പോകും. അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഫ്യൂവൽ കൺസപ്ഷൻ അവർ മെയിൻറ്റെയിൻ ചെയ്ത് അതിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ വരുന്ന റാലിയാണ്. അതിൽ ABS മോഡ് വർക്ക് ചെയ്യില്ല എന്ന് TVSൽ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ അത് ഓടിച്ചിട്ടുമില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷേ ബാക്കി എല്ലാ 2-3 മോഡും ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു മോഡ് എന്ന് പറയുന്നത് റെയിൻ മോഡാണ്. നല്ല ഗ്രിപ്പ്, അതുപോലെ തന്നെ നല്ല കോൺഫിഡൻസ്, എല്ലാം പക്കയായിട്ട് എനിക്ക് ഈ ഒരു മോഡൽ കിട്ടിയിട്ടുണ്ട്. മക്കളെ, ഈ കാഴ്ചകളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോകാത്തവരോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ പോകണം. പോയില്ലെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യും. സീരിയസ്ലി. ഇവൻ എന്നെ ഇവിടെ കയറ്റി എന്തിനാ അറിയോ? ആനുണ്ട്, മുയലുണ്ട്, കാണാമെന്ന് പറഞ്ഞിട്ട് കയറ്റിയതാണ്. മുയലിനെ കണ്ടില്ല, പക്ഷെ ആനേനെ കണ്ടു. ഒറിജിനൽ സഫാരി തോന്നുന്നേ. പിന്നെ അങ്ങനെയല്ല, ഞാൻ ചുമ്മാ ആനനെ കാണാൻ വേണ്ടി നിർത്തിയെന്ന് വിചാരിച്ചിട്ടാടാ. ചിരിക്കല്ലടാ, ഉണ്ടടാ സഫാരിയല്ലേ. അല്ലടാ, എടാ ഉദ്ദേശിച്ച ഒറിജിനൽ ആന സഫാരി എന്നല്ല ഉദ്ദേശിച്ച. ഒന്നും പറയാനില്ല. എപ്പോൾ പറഞ്ഞാൽ ആർട്ടിക്സ് വാങ്ങുന്നത് ട്രാവൽ ചെയ്യാനാണെങ്കിൽ ആദ്യം വെക്കേണ്ട ഒരു കാര്യം ടയറക്കറാണ്. വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലിരിക്കും നമ്മുടെ ലഗേജും നമ്മുടെ ബാഗും, വണ്ടിയുടെ കോലം മൊത്തം മാറും. മനസ്സിലായില്ലേ? ഞാൻ വെച്ചതുകൊണ്ട് മാത്രം എൻ്റെ ലഗേജ് സേഫാണ്. കുറച്ച് പൊടികൾ മാത്രമേ ഉള്ളൂ. ഓരോ സെക്ഷൻ എത്തുമ്പോഴും അത്ഭുതപ്പെടുത്തുന്ന പോലെയാണ് കാഴ്ചകൾ മൂന്നാറിൻ്റെ എന്ന് പറയും.
ഈ ഒരു വ്യൂ പോയിൻ്റൊക്കെ എന്ത് രസമാണെന്നറിയോ കാണാൻ. ഞാൻ ഞാൻ മോസ്റ്റ്ലി ഞാൻ ആസ്വദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ട്രിപ്പ്. കണ്ണ് തള്ളി. എന്നെ വെള്ളം തന്ന് കുടിപ്പിച്ച് കിടത്താൻ വേണ്ടി അവൻ വെള്ളക്കുപ്പിയായിട്ട് വരും. എന്തിനുള്ള പുറപ്പാട് ദൈവത്തിനറിയാം. ഈ പറ മൂന്നാറയുടെ ടോപ്പിലല്ലേ 5 കിലോമീറ്റർ എന്നോട് ആരാ പറഞ്ഞു? ഗൂഗിൾ അമ്മായി പറഞ്ഞാൽ ചിലപ്പോ നേരെ പോയിട്ട് കൊക്കയിലേക്ക് വിടാം. സിതാൻ പറയുന്ന ആ ടോപ്പിലാണ് മൂന്നാറ് കിടക്കുന്നത്. അത് വയസ്സിനെ നീ പറ മൂന്നാറയുടെ നേരെ 5 കിലോമീറ്റർ. 5 കിലോമീറ്റർ എവിടെ സ്ഥിതി ചെയ്യുന്നു അതാ ചോദിച്ചത്. ഈ റോഡിന് നേരെ 5 കിലോമീറ്റർ. നേരെ ഇത് മേലോട്ടല്ല പോണേ, ഇത് മേലോട്ടല്ല പോകുന്നത്. മേലോട്ടേക്കല്ല, റോഡ് മേലോട്ടല്ല പോണേ, അല്ല താഴെ പോണേ, നേരെ പോവാ. അപ്പൊ ഈ കാറ്റ കയറി തന്നെ അവിടെ വണ്ടി നേരെ പോണേ. ഇത് നിനക്ക് നേരെ പോകുന്നത് എന്ത് നായിസ്റ്റ്. ചെറിയ ചെറിയ തമാശകൾക്കൊടുവിൽ ഞങ്ങൾ എത്തിപ്പെട്ടത് മൂന്നാറെത്തി. നല്ല ഹെവി ബ്ലോക്കായിരുന്നു. മൂന്നാർ ടൗണിലെത്തിയിട്ടില്ല കേട്ടോ, മൂന്നാറിൻ്റെ ഒരു ടോപ്പ് സെക്ഷനിൽ എത്തിയിട്ടുള്ളൂ. ഈ ഒരു ഏരിയയിൽ നിന്ന് തേയിലത്തോട്ടം കാണാനുള്ളൊരു വിസിബിലിറ്റി ഉണ്ടല്ലോ, എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല. ഈ ഒരു ഏരിയ എനിക്ക് തോന്നുന്നു ട്രാവൽ ചെയ്യുന്നവരെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ട്രാവൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ കണ്ടേ പറ്റുള്ളൂ. ചായത്തോട്ട് പറ, ഒന്നുകൂടി പറ. ചായത്തോട്ട് കാപ്പിത്തോട്ടം തമ്മിലുള്ള വ്യത്യാസം എന്താണ് പറ. ചായത്തോട്ടം കാപ്പിത്തോട്ടം തമ്മിലുള്ള വ്യത്യാസം നീ തന്നെ പറ. ചായത്തോട്ടം നീ എവിടെ കേട്ട് പറ. ഈ പറഞ്ഞാ പറ. ചായത്തോട്ടം കാപ്പിത്തോട്ടം തമ്മിലുള്ള വ്യത്യാസം പറ. എടാ വേരാ ഈ അജാതി ഡയലോഗാ. ക്യാമറ റൂട്ട് മാറ്റി. അവനെ ഞാൻ കളിയാക്കിയെങ്കിലും എനിക്കൊരു ഡൗട്ടുണ്ടായി. ശരിയാണല്ലോ, ചായത്തോട്ടമുണ്ട് കാപ്പിത്തോട്ടമുണ്ട്, രണ്ടും ഉണ്ടാവുമല്ലോ അല്ലേ. പിന്നെ ഞാൻ ആലോചിച്ചു. മൂന്നാറെത്തി അടുത്തത് നിന്നല്ലേ ദാ ആ ഒരു മലയിലോട്ട് പോകണം. അതിനു വേണ്ടി സ്റ്റേ ട്യൂൺ. ബൈ ഗൈസ്.